ഉണ്ടാവും ബാഗൊക്കെ ഉണ്ട് അവിടെ. അത് ഒന്നിടുവോ അമ്മയെ? നല്ല കുട്ടിയല്ലേ? പൂന് പറ്റിയതാണ് ആ വനിയന്. കുറച്ച് വലിപ്പം കൂടുതലാ. വലിപ്പം കൂടുതലാ? ചേച്ചി ആണ് നോക്കി. കദളിപ്പഴം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നെസ്റ്റോയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നെസ്റ്റോ ഓപ്പൺ ആക്കിയിട്ട് 1 വർഷമൊക്കെ ആവാനായി. അപ്പോൾ നമ്മളിതുവരെ ഇങ്ങനെ നെസ്റ്റോയിലേക്ക് അതേപോലെ തന്നെ മാളുകളിലേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ കുട്ടികൾ കുറേ ആയി പറയണ നെസ്റ്റോ ഇവിടെ വന്നപ്പോൾ നെസ്റ്റോ കാണാൻ പോകണം. അതേപോലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവരെ കൂട്ടുകാരൊക്കെ നെസ്റ്റോയിൽ പോയി വന്ന വിശേഷമൊക്കെ പറയുമ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ പോകാനായിട്ട് പറയുന്നത്. നമുക്ക് അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എന്താണ് ഇങ്ങനെ മാളുകളിലേക്കൊന്നും നമ്മൾ പോയി അങ്ങനെ ശീലമില്ല. അതുകൊണ്ട് ഇങ്ങനെ മടിഞ്ഞിരിക്കുകയായിരുന്നു കുറേ ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും നാത്തൂൻ്റെ ഭർത്താവും കുട്ടികളും കൂടി നെസ്റ്റോയിലേക്ക് വന്നതാണ്. നമുക്കിങ്ങനെയുള്ള സ്ഥലത്തേക്ക് വരാനുള്ള പ്രധാന മടി എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഇതുണ്ടല്ലോ, ഈ സ്റ്റെപ്പ് എന്താ പറയുക, എസ്കലേറ്റർ, അതിലൊക്കെ കയറാൻ ഭയങ്കര മടിയും അതേപോലെ ഒരു പേടിയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് എസ്കലേറ്ററൊക്കെ ഓഫായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ മുകളിൽ ഇതുപോലെ സാധാ നടന്ന് കയറിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് അത് ഓണായിരുന്നു. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി പേടിയായിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് വഴി വന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പേടി മാറ്റാൻ എല്ലാവരും പേടി മാറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ്, ഒരു ചേച്ചി, അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടോ. അപ്പോഴും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല, ചേച്ചിയൊക്കെ കയറി. ചേച്ചിയൊക്കെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കയറി നോക്കുന്നതാണ്. എനിക്ക് പേടിയായി. പിന്നെ ഞാനും മോളും കൂടി സ്റ്റെപ്പ് ഇറങ്ങി വന്ന് പിന്നെ ഇങ്ങനെ ആളെ അച്ഛനെ പോലെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറിയിട്ടാ. അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ ലാസ്റ്റ് ഉണ്ട്, കണ്ടു നോക്കൂട്ടാ. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അത്ഭുതമായിരുന്നു. മാമി അത് കണ്ട ഇത് കണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് നമുക്ക് കാണിച്ചു തരുന്നു കേട്ടോ. പിന്നെ ഇതാ കുട്ടികൾക്കുള്ള ഒരുപാട് സാധനം, ഡ്രസ്സ്, അതേപോലെ തന്നെ ഓർണമെൻറ്റ്സ്, വളയമാല, അങ്ങനെയുള്ള കളിക്കുന്ന ടോയ്സ്, അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസ്. നമുക്ക് വേറൊരു മാളെന്ന് പറഞ്ഞാലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ കുട്ടികളുടെ ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള, കുറച്ച് റേറ്റൊക്കെ കൂടുതലുണ്ട്. നമുക്ക് താങ്ങുമൊന്നുമില്ല. പക്ഷെ കാരണം നമ്മൾ അങ്ങനെ സാധനങ്ങളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ലാഭമെന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുള്ളൂ. നമ്മളവിടെ കാണാമെന്നുള്ള ലെവലിൽ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ലാഭം തോന്നിയ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾ കുറേയൊക്കെ വലിയ വലിയ ടോയ്സൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളടുത്ത് അതിനുള്ളൊരു ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും വാങ്ങിയിട്ടില്ല. ഇനി പിന്നെ നമുക്ക് പൈസ കയറ്റി വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ കുട്ടികളായിട്ട് തിരിച്ചു പോകുന്നത്. അവരിവിടുന്ന് പോണ സമയത്ത് ഒന്ന് പോയാൽ മതി, കണ്ടാൽ മതി, ഞങ്ങൾക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഓരോ സ്വഭാവം മാറി. കളിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ അത് വേണം ഇത് വേണം. കുട്ടികൾ പിന്നെ അങ്ങനെ തന്നെയല്ലോ. പക്ഷെ നമ്മളടുത്ത് ക്യാഷ് പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അവിടെയുള്ള പല സാധനങ്ങളും കുട്ടികൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ പിന്നെ കുറച്ചൊക്കെ ഫോട്ടോസിലും വീഡിയോസിലും അങ്ങനെയൊക്കെ കണ്ട സാധനങ്ങളുണ്ട്. അതിൽ ചിലതാണ് ഡ്രാഗൺ ഫ്രൂട്ട്, അതേപോലെ തന്നെ കദളിപ്പഴം ഉണ്ടല്ലോ, അതൊന്നും കുട്ടികൾ ഇതുവരെ കണ്ടിട്ടില്ല. മോള് ചോദിക്കുന്നത് ഇതെന്താണ്, ചുവന്ന പഴം എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നിട്ടാണ്. കദളിപ്പഴം, അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, അതേപോലെ നമ്മളെ സ്ട്രോബെറി ഒന്നും സത്യം പറഞ്ഞാൽ ഞങ്ങളിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. അതേപോലെ ഈ മഞ്ഞ വത്തക്ക ഉണ്ടല്ലോ, മഞ്ഞ ചക്കരമത്ത, അത് കഴിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് ബേക്കറി ഐറ്റംസ് കേട്ടോ.
നമ്മളെ എന്താ പറയുക, എന്താ അതിൻ്റെ പേര്, മറന്ന്, ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ 2 ബണ്ണ് വെച്ചിട്ടുള്ള, അതിനെന്താ പറഞ്ഞിരുന്നു, മറന്നുപോയി അതിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ബേക്കറി ഐറ്റംസൊക്കെ അവർ കണ്ടിട്ടില്ല കേട്ടോ, കണ്ടിട്ടുമില്ല, അതുപോലെ കഴിച്ചിട്ടുമില്ല കേട്ടോ. പിന്നെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഡ്രീം കേക്ക് കഴിക്കണം എന്നിട്ടാ. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന സമയത്ത് 1 കിലോ ഡ്രീം കേക്കിന് എത്രയാണ് 500 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ചെല്ലണത് ഒരു 2 മണിയൊക്കെ ആവണ നേരത്താണ്, ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആവണ നേരത്തെ ചെയ്തിട്ട് ഞങ്ങളവിടെ ചെന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ നേരം ഇതുപോലെ ഒരു 5 മണി 5:30 ഒക്കെ ആയിക്കണം. അന്ന് ഞായറാഴ്ച ചെയ്തിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇതേപോലെ ഡ്രീം കേക്കിന് ഓഫർ ഇട്ട്, മറ്റേ എന്താ പറയുക 1 കിലോ ഡ്രീം കേക്കിന് 200 രൂപ എന്നിട്ടാണ്. അപ്പോൾ പിന്നെ 500-ന്ന് 200 ആക്കിയപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡ്രീം കേക്ക് എങ്ങനെയെന്ന് കഴിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് നമ്മൾ ഒരു ഡ്രീം കേക്ക് മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഡ്രീം കേക്ക് മേടിക്കുന്നത്. അതേപോലെ എന്താ പറയുക, ഒരു 4 കിലോ സോപ്പും പൊടി 100 രൂപ. അതേപോലെ തന്നെ സോപ്പ്, വലിയൊരു ബാർ സോപ്പിന് 50 രൂപ. അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് നല്ല ലാഭമായിട്ട് തോന്നിയിട്ടാണ്. ലാഭം എന്നല്ല, നമ്മളെടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റിയ പൈസയ്ക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ പാത്രങ്ങളുണ്ടല്ലോ, നമ്മൾ കാണാത്ത ടൈപ്പ് കുക്കറുകൾ, അതേപോലെ തന്നെ ബിരിയാണി ചെമ്പ്, ഈ ഫ്രൈ പാനുകൾ, പല ഐറ്റം നമ്മളിതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത മോഡൽ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട്. അതൊക്കെ കണ്ടപ്പോൾ കുറേ നേരം ഞാൻ അവിടെ നിന്ന് നോക്കി, അതൊക്കെ എടുത്ത് നോക്കി. അതേപോലെ കുറേ വീഡിയോ ഒക്കെ എടുത്ത്, അതേപോലെ നല്ല ഭംഗിയുള്ള നമ്മളെ ഗ്യാസ് അടുപ്പ്, അതേപോലെ തന്നെ കറണ്ടിൻ്റെ അടുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താ നമുക്ക് മേടിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും കാണാനിപ്പോൾ അത്ര ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനതൊക്കെ കുറേ നേരങ്ങൾ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് ഏതെങ്കിലും കാലത്ത് ഇത്ര വലിയതൊന്നും ഇല്ലെങ്കിലും ചെറിയ പാത്രങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഗ്ലാസ്സുകൾ. അതേപോലെ തന്നെ നമ്മൾ ദോശയ്ക്ക് എണ്ണ തേക്കുന്ന ഒരു കുപ്പിയില്ലേ, നല്ല ഭംഗിയുണ്ട്. ഒരു കുപ്പിയിൽ എണ്ണ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ തേക്കുന്ന സാധനമുള്ള അടപ്പായിട്ടുള്ളത്. അങ്ങനെ അതിനൊക്കെ ഞാൻ അത് നോക്കിയപ്പോൾ അതിന് ഒരു ചെറിയ കുപ്പിയാണ്, അതിനെന്താ 250 രൂപ എന്തോടാ ആ ഒരു ബോട്ടിലിന് വില കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളങ്ങനെ താഴേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ താഴേക്ക് വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എസ്കലേറ്റർ ഓണാക്കിയെന്ന്. അപ്പോൾ അത് ഓണാക്കിയപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര സീനായിരുന്നു. എല്ലാവരും കൂടെ നോക്കി നിൽക്കുക. അങ്ങനെ ഞാൻ ചേച്ചിന് മോനി ഒരു ചേച്ചി കൈ പിടിച്ച് കയറ്റിന്ന് പറഞ്ഞില്ല, അപ്പോൾ ഓരങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഞാനും മോളും കൂടി ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് കേട്ടോ ചെയ്തത്. എവിടെ ഓഫാക്കിക്കണേ? നേരത്തെ സ്കൂളിൽ പോയില്ലേ? അങ്ങനെ അത് മേടിച്ചു മേടിച്ചു മാറി.